നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ചയും ഐശ്വര്യവും ആഗ്രഹിക്കുന്നവരാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും ചിലപ്പോൾ കടബാധ്യതകളും സാമ്പത്തിക തടസ്സങ്ങളും നമ്മളെ വിടാതെ പിന്തുടരാറുണ്ട്. ജ്യോതിഷപരമായി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഭൗതിക സുഖ സൗകര്യങ്ങളുടെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപൻ ശുക്രനാണ്. ശുക്രൻ്റെ കടാക്ഷമുണ്ടെങ്കിൽ ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, ശുക്രൻ്റെ അനുഗ്രഹം നേടാൻ സഹായിക്കുന്ന ശുക്രസംഖ്യ അഥവാ ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ്. ഈ നമ്പർ വെറുമൊരക്കമല്ല. ഞാൻ മുൻപ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അക്ഷരങ്ങളെ പോലെ തന്നെ ശക്തി അക്കങ്ങൾക്കുമുണ്ട് എന്ന്. അതുപോലെ ഈ 4 അക്കങ്ങൾ ഒരുമിച്ച് എഴുതുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി ഒത്തുചേരുന്ന ഒരു മാന്ത്രിക സംഖ്യയാണിത്. ഇത് ഒരു വെള്ള പേപ്പറിൽ എഴുതി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് എഴുതേണ്ട ശരിയായ രീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമാക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഏതാണ് ഈ ശുക്രസംഖ്യ എന്ന് നോക്കാം. 1, 3, 5, 6 എന്ന നമ്പറിനെയാണ് ശുക്രസംഖ്യ അഥവാ ഏഞ്ചൽ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇതിലെ ഓരോ അക്കവും ഓരോ ഗ്രഹങ്ങളെയും അതിൻ്റെ ഗുണങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ 4 അക്കങ്ങളും നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് എഴുതുമ്പോഴാണ് അതിൻ്റെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നത്. ആദ്യത്തെ സംഖ്യയായ 1, ഇത് ആദിത്യൻ അഥവാ സൂര്യൻ്റെ സംഖ്യയാണ്. വിജയത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും തുടക്കത്തിൻ്റെയും പ്രതീകം. ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ, വിജയക്കൊടി നാട്ടാൻ സൂര്യൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ 1 എന്ന അക്കത്തെ ശുഭസൂചകമായി കരുതുന്നു. അടുത്ത സംഖ്യ 3 എന്ന അക്കമാണ്. 3 എന്ന അക്കം വ്യാഴത്തിൻ്റെ, അതായത് ഗുരുസംഖ്യയാണ്. ധനം, സമ്പത്ത്, വിദ്യ, ഐശ്വര്യം എന്നിവ നൽകുന്നത് വ്യാഴമാണ്. വ്യാഴം പ്രസാദിച്ചാൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. അടുത്ത സംഖ്യ 5 എന്ന അക്കമാണ്. 5 എന്ന അക്കം ബുധനെ പ്രതിനിധീകരിക്കുന്നു. ബുദ്ധി, അറിവ്, കർമ്മവിജയം എന്നിവ ബുധൻ്റെ സ്വാധീനത്തിലാണ്. ഏതൊരു ജോലി ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ലാഭം ഉണ്ടാകണമെങ്കിൽ ബുധൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അടുത്ത സംഖ്യ 6 എന്ന അക്കം സാക്ഷാൽ ശുക്രൻ്റെ സംഖ്യയാണ്. ഐശ്വര്യത്തിൻ്റെയും സകല സൗഭാഗ്യങ്ങളുടെയും പ്രഭുവായ ശുക്രനാണ് 6 എന്ന സംഖ്യയെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 അക്കങ്ങളെയും ഒരുമിച്ച് ചേർത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ ഒരുമിച്ച് എഴുതുമ്പോൾ, ഈ സംഖ്യകൾ ഒരുമിച്ച് എഴുതുമ്പോൾ ഉണ്ടാകുന്ന മറ്റു പ്രത്യേകതകൾ കൂടി നോക്കാം. ഇതിന് ഗണിതപരമായ പ്രത്യേകതകൾ കൂടിയുണ്ട്. 1, 3, 5, 6 ഈ 4 അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 1, 5 അഥവാ 15 എന്ന് കിട്ടും. ആ സംഖ്യയായി 15നെ അതിൽ 1ഉം 5ഉം വീണ്ടും കൂട്ടിയാൽ 6 എന്ന് കിട്ടുന്നു. അതായത് നമ്മൾ ഈ 4 സംഖ്യയെയും ആകെ തുക ശുക്രൻ്റെ നമ്പറായ 6 തന്നെയാണ് വരുന്നത്. സൂര്യൻ്റെ ഊർജത്തിൽ തുടങ്ങി ശുക്രൻ്റെ ഐശ്വര്യത്തിൽ അവസാനിക്കുന്ന ഒരു പൂർണ്ണമായ ചക്രം പോലെയാണ് ഈ 4 സംഖ്യകൾ ഒരുമിച്ച് എഴുതുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4 സംഖ്യകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നത് എന്ന് പറയുന്നത്. അടുത്തതായി എങ്ങനെ ഈ അക്കങ്ങൾ എഴുതണമെന്നാണ്.
ഇത് തയ്യാറാക്കാൻ ചില പ്രത്യേക ചിട്ടകളുണ്ട്. അവ കൃത്യമായി പാലിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളിത് എഴുതാനായിട്ട് ഒരു വൃത്തിയുള്ള വെള്ള പേപ്പർ എടുക്കുക. അതായത് A4 സൈസ് A4 പേപ്പർ അതെടുക്കുക. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഒരു കീറിയ പേപ്പറോ അതോ മടങ്ങിയ ചുളുങ്ങിയ പേപ്പറോ ഒന്നും എടുക്കാൻ പാടില്ല. നല്ല വൃത്തിയുള്ള പുതിയ ഒരു പേപ്പർ തന്നെ ഇതിനു വേണ്ടി എടുക്കണം. അതുപോലെ തന്നെ പേന എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ചമഷി പേനയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പച്ചമഷി പേന അതായത് പച്ചനിറം സമൃദ്ധിയുടെയും വളർച്ചയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അക്കങ്ങൾ എഴുതുമ്പോൾ പച്ച നിറത്തിലുള്ള പേന ഉപയോഗിക്കാൻ പറയുന്നത്. അതുപോലെ കറുത്ത മഷി പേന ഒരിക്കലും ഇത് ചെയ്യാനായി ഉപയോഗിക്കരുത്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. അതുപോലെ ഈ നമ്പർ എഴുതാൻ ഉചിതമായ സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾക്ക് ഈ നമ്പർ എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാനേരത്ത് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് സന്ധ്യാദീപം കൊളുത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ അക്കങ്ങൾ എഴുതുന്നതിന് മുമ്പ് ശുദ്ധിയായി കുളിച്ച് ശുദ്ധിയായതിന് ശേഷം മാത്രം എഴുതുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സും ശുദ്ധമാക്കാൻ ശ്രമിക്കണം. അതായത് മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് മറ്റൊരു ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ പോസിറ്റീവ് എനർജിയോട് കൂടി വേണം നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കാനായിട്ട്. കുളിച്ച് ശുദ്ധിയായി അതുപോലെ തന്നെ മനസ്സ് ശാന്തമാക്കി കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുക. അതിനുശേഷം ശുക്രനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ അക്കങ്ങൾ എഴുതുക. 1, 3, 5, 6 എഴുതുന്നതിനോടൊപ്പം ഓം ശും ശുക്രായ നമ എന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. ഓം ശും ശുക്രായ നമ ഇങ്ങനെ മനസ്സിൽ ജപിക്കുമ്പോൾ അത് ഇരട്ടി ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. സംഖ്യ എഴുതിയതിന് ശേഷം നിങ്ങൾ പേപ്പർ മടക്കുന്നതിന് മുൻപായി ആ പേപ്പറിൽ 10 രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ 100 രൂപയുടെ നോട്ടോ വച്ചതിന് ശേഷം വേണം മടക്കാനായിട്ട്. ഈ അക്കങ്ങളുടെ മുകളിലായി പണം വെച്ച് പണത്തോട് കൂടി മടക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. ഈ സംഖ്യ ഈ അക്കങ്ങൾ ധനത്തോട് ചേർന്നിരിക്കണം എന്നതാണ് തത്വം. അതുകൊണ്ടാണ് 10 രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ 100 രൂപയുടെ നോട്ടോ മറ്റോ ഇതിനു മുകളിൽ വെച്ച് മടക്കാൻ പറയുന്നത്. 10 രൂപയാണോ അല്ലെങ്കിൽ 100 രൂപയാണോ വെക്കുന്നത് എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ പേപ്പറിൻ്റെ കൂടെ ഈ നോട്ട് വെച്ച് മടക്കിയതിന് ശേഷം അതൊരിക്കലും മറ്റൊരാവശ്യത്തിനായിട്ട് നിങ്ങൾ ചെലവാക്കാൻ പാടില്ല. അത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു മൂലയിൽ സുരക്ഷിതമായിരിക്കട്ടെ. നിങ്ങൾ ഈ പേപ്പർ വയ്ക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സിലായിരിക്കാം, സ്ത്രീകളാണെങ്കിൽ ഹാൻഡ് ബാഗിലായിരിക്കാം അല്ലേ. പക്ഷേ നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും കീറിയ ബാഗോ അല്ലെങ്കിൽ കീറിയ പേഴ്സിലോ ഈ ഒരു പേപ്പർ സംഖ്യ എഴുതി നോട്ടിൻ്റെ കൂടെ മടക്കി വെക്കുന്ന പേപ്പർ ഒരിക്കലും വെക്കാൻ പാടില്ല. കീറിയ പേഴ്സ് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ള പേഴ്സിൽ ഇത് വെച്ചാൽ ഫലം ലഭിക്കില്ല. നിങ്ങളുടെ പേഴ്സ് അല്ലെങ്കിൽ ബാഗ് കീറിയതാണെങ്കിൽ പുതിയൊരു പേഴ്സ് അല്ലെങ്കിൽ ബാഗ് വാങ്ങിയതിന് ശേഷം ഈ കർമ്മം നിർവഹിക്കുക. അതുപോലെ തന്നെ മനസ്സും ശരീരവും ശുദ്ധമാക്കിയതിന് ശേഷം പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ ഒരു കർമ്മം ചെയ്യുക. അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഈ ഒരു കർമ്മം നിർവഹിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നിരുന്നാലും ആർത്തവമൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു കർമ്മം നിർവഹിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുള്ള തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ കടബാധ്യതകൾ കുറയാനും അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരാനും ഈ ശുക്രസംഖ്യ എഴുതുന്നതിലൂടെ സഹായിക്കും. വലിയ പൂജകളോ മന്ത്രങ്ങളോ ഇല്ലാതെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പലരും ഈ ഒരു കർമ്മം പരീക്ഷിച്ച് വിജയിച്ച ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പോസിറ്റീവായി ഇത്ര ഉറപ്പോടുകൂടി നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരിക്കലും മനസ്സിൽ ഇത് വെറുതെയാണ്, ഇതെനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് യാതൊരു നല്ല കാര്യങ്ങളും ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം നിർവഹിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫലവും ഉണ്ടാവില്ല. പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് എനിക്ക്
നല്ലത് മാത്രമേ വരികയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ കടബാധ്യതകളും മാറി സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരുമെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. കർമ്മം ചെയ്യുമ്പോൾ ശുക്രനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കർമ്മം നിർവഹിക്കുക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.